രാവിലെ പല്ലും കാണിച്ചോണ്ട് നിക്കുന്ന കണ്ട് കഴിഞ്ഞാ എങ്ങോട്ട് പോവാനാന്നാ? ഒരു കല്യാണത്തിന് പോവാൻ പോവാ. വെയില് കണ്ടോ? 10 മണിയായപ്പോഴാ കല്യാണത്തിന് പോകാനായിട്ട് വീട്ടീന്ന് ചാടി ഇറങ്ങിയത്. ബസ്സിനകത്ത് സീറ്റില്ലല്ലോന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ ചെന്നപ്പോ എന്തായാലും ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി. അന്നേരം ഒരു സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ബസ് എടുക്കുന്നത് വരെ അവിടെ ഇരുന്ന് പുഴുങ്ങിയെടുത്തേത് ഭയങ്കര ചൂടായിരുന്നു. കല്യാണം നമ്മുടെ പുള്ളിക്കണക്കി അമ്പലത്തിൽ വെച്ചായിരുന്നു. 12 മണിക്കായിരുന്നു കല്യാണം. ഞങ്ങള് 10:45 അങ്ങ് എത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പം ഞാൻ കൂടെ വന്നവരെയും വിളിച്ചോണ്ട് എവിടോട്ട് പോയി? അമ്മയുടെ വീട്ടിലോട്ട്. ഈ അമ്പലത്തിന്റെ പുറകിലായിട്ട് വരുവേ അമ്മയുടെ വീട്. ഞങ്ങള് 3-4 പേരും കൂടെ വീട്ടിലോട്ട് ചെല്ലുന്ന കണ്ടപ്പോഴത്തന്നെ അവര് ഞെട്ടിക്കാണേ. ഇതെവിടുന്ന് വരുന്നെന്നും പറഞ്ഞ്. ഞാനിങ്ങോട്ട് വരുന്നെന്നുള്ള കാര്യം പറഞ്ഞില്ലായിരുന്നു. കല്യാണത്തിന് വരുന്നെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങോട്ട് കേറുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. മണിയമ്മച്ചി അടുക്കളയിൽ എന്തോ ജോലിയിൽ നിൽക്കുവായിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേക്ക് ഒരു ചിരിയൊക്കെ പാസ്സാക്കിയതുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു വെള്ളമൊക്കെ കുടിച്ച് പിന്നെ സമയം കഴിഞ്ഞ് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി. അങ്ങനെ അവിടെ പോയിരുന്ന് കല്യാണമൊക്കെ കണ്ട് ആദ്യത്തെ പന്തിയിൽ ഉണ്ണാൻ കയറാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര തെള്ളായിരുന്നു. എന്തായാലും രണ്ടാമത്തെ പന്തിയിൽ തെള്ളി കയറി. ഉച്ച സമയം ആയതുകൊണ്ടാണോ അതോ അവിടെ നിന്ന് എല്ലാവരും കൂടെ തെള്ളിയത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. എല്ലാവർക്കും ഒടുക്കത്തെ വിശപ്പായിരുന്നു. കുറച്ച് കറി വിളമ്പിയപ്പോഴേ ഞങ്ങൾ കയറി അങ്ങ് ഇരുന്നായിരുന്നു. ബാക്കി കറിയൊക്കെ ഞങ്ങൾ ചെന്നിരിക്കേല പിന്നെ ഓരോന്നായിട്ട് വിളമ്പുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ചോറും എത്തി. പരിപ്പും പപ്പടവും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ച്. ഊണ് കഴിച്ചോണ്ടിരിക്കുക തന്നെ പ്രഥമൻ വന്ന്. അപ്പൊ പിന്നെ ഊണ് സൈഡിലോട്ട് അങ്ങ് മാറ്റിയിട്ട് പ്രഥമൻ പഴമായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോ ദാണ്ടടാ കടച്ചക്ക പായസം. അത് രണ്ടും കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോ ദാണ്ടടാ പിന്നെ സേമിയ പായസവും. ഇതെല്ലാം കൂടെ എങ്ങോട്ട് പോയോ എന്തോ. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി വന്ന ചോറിനകത്ത് ഇച്ചിരി പുളിശ്ശേരിയും കൂട്ടി കഴിച്ച് ഇച്ചിരി നാരങ്ങാച്ചാറും തൊട്ട് നക്കിയിട്ട് പിന്നെ ഗ്ലാസ്സിനകത്ത് ഇച്ചിരി മോര് പച്ചമോരും കൂടെ മേടിച്ച് കുടിച്ച് ഇല മടക്കി കഴിഞ്ഞപ്പം സദ്യ പൂർത്തിയായി. ഇപ്പം പിന്നെ ചൂട് സമയത്ത് കല്യാണത്തിന് സദ്യയൊക്കെ ഉണ്ടിട്ട് വരുമ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ ഫീലായിരിക്കും എല്ലാവർക്കും. പിന്നെ ഒരു ഓട്ടം എല്ലാവർക്കും. എന്തോ വണ്ടി കൊണ്ടൊക്കെ കിടക്കുന്നു, വീട്ടിൽ പോകണ്ടേ, എല്ലാവരും കൂടെ വെച്ച് പിടിക്കും. അയ്യോ വണ്ടി ഇപ്പോൾ എടുത്താലോ എന്നും പറ അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക്.